ഹായ് ഫ്രണ്ട്സ്, അടുക്കളയോട് ചേർന്ന് മീൻ വളർത്തലിൻ്റെ ഭാഗം 9 എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പുതിയ ടെക്നോളജി, മത്സ്യകൃഷിയിലെ പുതിയ ടെക്നോളജി ആണെങ്കിലും ശരി, പുതിയ അക്വാപോണിക്സ് ആണെങ്കിലും മറ്റ് ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്തുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നത് നിങ്ങൾ തുടക്കത്തിൽ ചെയ്ത അടുക്കളയോട് ചേർന്ന് മീൻ വളർത്തലിൻ്റെ ഭാഗം 9 അതെന്തായി എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ, വെൽക്കം ടു അവർ വീഡിയോ വ്ളോഗ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ആദ്യം നിർമ്മിച്ചിട്ടുള്ള ടാങ്ക്. ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ മത്സ്യകൃഷി തുടങ്ങിയതും അതുപോലെ തന്നെ വീഡിയോസ്, മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതും നമ്മൾ ഇവിടുന്ന് നമ്മൾ ചെയ്തപ്പോൾ മത്സ്യകൃഷി തുടങ്ങിയപ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി, തെറ്റുകൾ സംഭവിച്ചു. നിങ്ങൾ ഓരോരുത്തരായി ചൂണ്ടിക്കാണിച്ച് തന്നുകൊണ്ട് നമ്മളതൊക്കെ തിരുത്തി മുന്നോട്ട് വന്നു. തുടക്കത്തിൽ നമ്മൾ ഏകദേശം 25 വാളക്കുഞ്ഞുങ്ങളോളം ഇട്ടത്. അത് ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ ഇട്ട്, രണ്ടാമത്തെ പാർട്ട് 1 ആയപ്പോഴും 10-20 ചത്തുപോയി. അതും നമ്മൾ ചെയ്ത് പിന്നീട് നമ്മൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോ അപ്ഡേഷൻസ് നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിച്ചു. നല്ല വിജയകരമായിട്ട് തന്നെ പോയിരുന്നു. പക്ഷേ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ നിക്ഷേപിച്ചില്ല. ഉള്ള മീൻ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷണം നടത്തിയത്. അതിനുശേഷം ഞാൻ കൊടുന്നിട്ടത് നെട്ടറും തിലോപ്പിയും കൂടി ഏകദേശം 10-50 കൊടുന്നിട്ടിരുന്നു. അത് വേറെ ടാങ്കിലാണ് സെറ്റ് ചെയ്തത്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ മത്സ്യകൃഷി തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു, 25 വാളിനിട്ടിട്ട്. പിന്നെ നമ്മൾ ഓരോ അപ്ഡേഷനായി കണ്ടവർക്ക് അറിയാം എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫാമുകൾ വിസിറ്റ് ചെയ്തിട്ട് ആ ഫാമുകളുടെ ക്വാളിറ്റിയും നമ്മളത് ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോഴുള്ള പോരായ്മകളും, അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ തന്നെ എനിക്കതിൽ എന്താ പറയുക, ഒരു നാണക്കേട് എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലേക്ക് വന്നതാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇവിടുന്ന് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഇന്ന് നല്ല രീതിയിൽ എത്താൻ പറ്റിയെന്നുള്ള വിശ്വാസമുണ്ട്. ഇതേന്ന് നമ്മളെ ഫിൽറ്റർ യൂണിറ്റ്, ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ആ ബക്കറ്റിൻ്റെ മുകളിൽ ഈ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം, ഈ ടാങ്കിൽ നമ്മൾ ഓവർഫ്ലോ വഴി വെള്ളം ഇങ്ങോട്ട് ഇട്ടിരുന്നു. ഇവിടുന്ന് വെള്ളം കോരിയിട്ട് ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ട് ആ ടാങ്കിന് മുകളിൽ നമ്മൾ ഈ സാധനം വെക്കുമായിരുന്നു. എന്നിട്ട് അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കും. രാവിലെ ഉച്ചക്കും വൈകിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വെള്ളം ഇതിൽ നിന്ന് മുക്കിയിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തുന്നു. അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം ബക്കറ്റിൽ നിന്ന് ഓട്ടോഫ്ലോ വഴിയെന്ന് നമ്മൾ അക്വാപോണിക്സ് ഗ്രോ ബെഡിലേക്ക് പോയിരുന്നത്. ഇതായിരുന്നു നമ്മൾ ഗ്രോ ബെഡ് ഇട്ടാൽ. ഇതിൽ തക്കാളി തൈ, മുളക് തൈ ഒക്കെ അന്ന് വെച്ചിരുന്നത്. അതിന് ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പാർട്ട് 8 വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു ഇവിടെ, നിങ്ങൾ ഇതുവരെ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഈ അപ്ഡേഷൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ടാങ്കിലേക്ക് പോകാം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് കാണേണ്ട വേറൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു, നമ്മളൊരു ഫ്രീ എനർജി വാട്ടർ പമ്പ് സെറ്റ് ചെയ്തിരുന്നു. നമ്മളത് വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മൾ പരാജയപ്പെട്ടു പോയി. അതിനുശേഷം നമ്മൾ വീണ്ടും രണ്ടാമതൊരു ശ്രമം നടത്തിയിരുന്നു. ഈ 100 ലിറ്ററിൻ്റെ ഡ്രമ്മ് വെച്ച് പരീക്ഷണം നടത്തിയിരുന്നു. ഇതും പരാജയപ്പെട്ടു. ഇതെന്താ വെച്ചാൽ എയർ ടൈറ്റായ സമയത്ത് ഇത് ചുളുങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ ഉണ്ട്. വേറൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുള്ളത്, ഈ ഒരു പ്രൊജക്റ്റ് ഒരു എൻജിനീയറിങ് കോളേജിൽ സ്റ്റുഡൻസിന് ഒരു ചെറിയൊരു അസൈൻമെൻ്റായിട്ട് ഒരു അധ്യാപകൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ. ഇത് നടക്കുമോ ഇല്ലേ, എന്തുകൊണ്ട് പരാജയപ്പെട്ടു, ഇല്ലെങ്കിൽ അവർക്ക് ആ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു അസൈൻമെൻ്റായിട്ട് ഒരു ചെയ്യാനുള്ള ഒരു ഒരു അധ്യാപകൻ കൊടുത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അധ്യാപകൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നു വാട്സപ്പിൽ. എങ്ങനെയായാലും നമുക്ക് വരും ദിവസങ്ങൾ അധ്യാപകനെ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് തരാൻ ശ്രമിക്കും, എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള രീതിയിലൊക്കെ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് നിർമ്മിച്ച പോണ്ടിലേക്കാണ് ഇനി അടുത്ത് പോകുന്നത്. ഇതിവിടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. രണ്ടാമത് വരുന്നത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ സൈഡിൽ കൂടി നമ്മളിവിടെ എന്താ പറയുക, ഫ്ലെക്സ് കൊണ്ടാണ് ആ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ് നമ്മൾ ഫ്ലെക്സ് കൊണ്ട് തന്നെ ഗ്രോ ബാഗൊക്കെ കുറേ ഉണ്ടാക്കിയിരുന്നു. അതിലൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ചിരുന്നു കേട്ടോ. പയർ, തക്കാളി കാര്യങ്ങൾ വെച്ചിരുന്നു. തക്കാളി പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്ലെക്സ് കൊണ്ട്, പഴയ ഫ്ലെക്സ് കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്തിരുന്നത്. ഞാൻ ഒരു ഫ്ലെക്സ് പ്രിൻ്റ് യൂണിറ്റിലായി വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പഴയ ഫ്ലെക്സുകളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ചെയ്തത് ഈ ടാങ്കല്ല, ഇതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്തത് ഈ ഒരു ടാങ്കായിരുന്നു. ഇതും നമ്മൾ ഫ്ലെക്സ് കൊണ്ട് തന്നെയാണ് ഈ ടാങ്ക് നിർമ്മിച്ചത്. ഇതിലന്ന് നമ്മൾ നെട്ടർ, തിലോപ്പി കുഞ്ഞുങ്ങൾ, ഏകദേശം 10-25 കുഞ്ഞുങ്ങളെ നമ്മൾ നിക്ഷേപിച്ചത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരും പഴയ വീഡിയോസ് കണ്ടിട്ടില്ലാണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിലാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരുന്നത്. അതിന്നും കുറേ ചത്തുപോയി, ബാക്കി കുറച്ചുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനിതിൽ വരാൽ കൃഷി പരീക്ഷണം നടത്തുന്നത്. വരാൽ കൃഷി ഇതിൽ പരീക്ഷണം നടത്തിയപ്പോൾ വരാൽ ബാക്കിയുള്ളതിന്
അടിച്ചു മാറ്റി. പിന്നെ വരാൽ ഇവിടുന്ന് പുറത്തേക്ക് ചാടി പോകുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടായപ്പോൾ വരാലിനെ പിടിച്ച് വീണ്ടും കുളത്ത് കൊണ്ടാക്കി. ഇപ്പോൾ ഇതിലിപ്പോൾ നിലവിലുള്ളതെന്ന് വെച്ചാൽ കടുണ്ട്, പാടത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കടുവാണ്. കടുവിനെയാണ് ഇതിലിട്ടുള്ളത്. അപ്പോൾ അസോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ പ്രോട്ടീൻ ഫീഡും കൊടുക്കുന്നുണ്ട്. അസോള തിന്നാത്തതുകൊണ്ടാണ് ഇപ്പോൾ അസോള ഇത്ര എന്താ പറയുക, അസോള ഇത്ര ഫില്ലായിട്ടുള്ളത്. ഇതിലുണ്ട് മീൻ ഇട്ടാ, കാണായിയാണ്. ഇതിൽ കടുണ്ട്, അതുപോലെ തന്നെ അവിടെയൊക്കെ ഇളകുന്നുണ്ടല്ലേ, കടുണ്ട് സംഭവം ഇതിൽ. ഇതായിരുന്നു രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയുള്ള പോണ്ട്. ഇതും കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നത്. മൂന്നാമതാണ് നമ്മളിവിടെ ഒരു പുതിയ ടാങ്ക് സെറ്റ് ചെയ്തത്, പുതിയ രീതിയിൽ, അതായത് കോണിക്കലായിട്ടുള്ളൊരു ടാങ്ക് ഭൂമിക്ക് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു കോണിക്കലായിട്ടുള്ളത്. ഇത് ചെയ്ത സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു, ഇതൊരിക്കലും നടക്കില്ല, മുന്നോട്ട് പോലെ. ഇപ്പോൾ ഏകദേശം 2-3 മാസമായും തോന്നുന്നുണ്ട്, ഇതിൻ്റെ പഴക്കം തോന്നുന്നുണ്ട് കേട്ടോ. ഈ ചെതൽ വരുന്നുണ്ട് ചില ഏരിയയിൽ, അതൊരു പ്രശ്നം തന്നെയാണ്. ആരും അനുകരിക്കരുത്. നമ്മൾ പരീക്ഷണം നടത്തി. ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു, ഇതിൽ മീനുണ്ടായിരുന്നു, അനാബസിൻ്റെ ഒരുപാട് മീനുണ്ടായിരുന്നു. ഞാൻ വീഡിയോ കാണിച്ചു തരാം, ഇതിലുള്ള മീനുകൾ എന്താ ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. ഈ മീനുകളാണ് നമ്മൾ പുറത്ത് പുതിയ ടാങ്കിലേക്ക് കൊണ്ടുപോയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ടാങ്കിൻ്റെ കാഴ്ച. ഈ ഒരു ടാങ്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇതുപോലെ ആരും ചെയ്യേണ്ട. ഈ ടാങ്ക് വെച്ചിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പുതിയ 1-2 പരീക്ഷണങ്ങൾ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇതിലിപ്പോൾ നിലവിൽ മീനൊന്നുമില്ല കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ അസോളക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടാണ്. ഇതിലിപ്പോൾ അസോള വരും ദിവസങ്ങളിൽ ഇതിൽ കുറച്ച് നമ്മളെ ഗപ്പീസിനൊക്കെ കൊടുത്തിട്ടുള്ള പരീക്ഷണം നടത്തണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് അറിവ് കിട്ടിയ കാരണം ഇതിലൊക്കെ മീൻ വളർത്തൽ റിസ്ക് ആണെന്നല്ല, കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റി മീൻ ഇതിൽ വളർത്താൻ പറ്റുള്ളൂ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത്തരം എനിക്ക് തോന്നുന്നു അസോള വളർത്താൻ പറ്റിയൊരു ടാങ്കാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഗപ്പീസ് ഇടുകയാണെങ്കിൽ അതായിരിക്കും ഈ ടാങ്ക് കൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം അതിന് ഏകദേശം 1 അടി താഴ്ച അല്ലെങ്കിൽ 1.5 അടി താഴ്ച ആ റേഞ്ചേ ഉള്ളൂ, ഇതിന് ഹൈറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ് നമ്മൾ ശ്യാം സാറ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയുള്ള റൗണ്ട് ടാങ്ക് ഇത്രയും, അതായത് നമ്മൾ 1, 2, 3, 4ാമത്തെ ടാങ്കിൽ നമ്മൾ എത്തിയപ്പോൾ 4ാമത്തെ ടാങ്ക് വിജയകരമായിരുന്നു. കാരണം വെച്ചാൽ ഇതും നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്തില്ല. ഈ ഒരു ടാങ്ക് ഉണ്ടാക്കാൻ എനിക്ക് കോസ്റ്റ് വന്നത് ഏകദേശം 1500 രൂപ അത്ര എങ്ങനെ കോസ്റ്റ് വന്നിട്ടുള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾ തന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ നിലയിലെത്തിയിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത സമയത്ത് നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുണ്ടായിരുന്നു, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ നിങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചപ്പോൾ അത് എൻ്റെ കൂടി സംശയങ്ങളായിരുന്നു. പിന്നെ നമ്മൾ അതിന് ഉത്തരം തേടിയുള്ള യാത്രകളിൽ പല ഫാമുകളിൽ പോയപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടത്, വ്യത്യസ്തമായ കർഷകരെ കണ്ട്. കാരണം വ്യത്യസ്തമായ രീതിയിൽ അവർ മത്സ്യകൃഷി ചെയ്യുന്നു, അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ പങ്കുവെച്ച് എനിക്ക് എന്താണോ അറിവ് കിട്ടുന്നത് ആ അറിവുകളൊക്കെ നിങ്ങളിൽ എത്തിക്കാനും കൂടി ഞാൻ ശ്രമിച്ച്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു യാത്ര. നല്ല രസകരമായിരുന്നു. ഇത്തരം ദിവസങ്ങളിലുള്ള യാത്ര രസകരമായിരുന്നു, നല്ല അനുഭവങ്ങളായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരുപാട് മത്സ്യകൃഷിയിൽ ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ നമ്മുടെ ഈ ചാനലും നമ്മുടെ ഈ യാത്രയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. കാരണം പല സുഹൃത്തുക്കളും നമ്മളോട് കോൺടാക്ട് ചെയ്തപ്പോൾ, വാട്സപ്പിലായാലും കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കിത് ഹെൽപ്പായി, പ്രചോദനമായി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരുപാട് നന്ദി, നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മൾ വാട്സപ്പിലാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ടുണ്ട്. പലരും നമ്മൾ ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നമ്മൾ വേണ്ട രീതിയിലുള്ള ഹെൽപ്പും എല്ലാവർക്കും ചെയ്യാറുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു പരിമിതി ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. വരും ദിവസങ്ങളിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതാണ്. അപ്പോൾ നമ്മളെ മലയാളി സുഹൃത്തുക്കളെല്ലാവരും കൂടെ നിൽക്കണം. നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ മത്സ്യകൃഷി വിജയകരമാണോ പരാജയപ്പെട്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു കുറ്റസമ്മതം എന്നുള്ള രീതി തന്നെ ഞാൻ തുറന്നു പറയാം, നമ്മളത് പരാജയം തന്നെയായിരുന്നു. അശ്രദ്ധ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളുള്ള സെറ്റപ്പ് ഉള്ളത് വീട്ടിലാണ്, മലപ്പുറം ജില്ലയിലെ തിരൂർ വീട്ടിലാണ് നമ്മളുള്ളത്. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളത്താണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ എറണാകുളത്തായിരിക്കും. ശനി ഞായർ ദിവസങ്ങളാണ് നമ്മൾ നാട്ടിലുണ്ടാവുക. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ ഓരോ ഫാമുകൾ വിസിറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ച കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നല്ല രീതിയിൽ മത്സ്യകൃഷി ചെയ്യണമെന്നുണ്ട്. അത് എന്താണെന്നുള്ള പദ്ധതികളൊന്നും തീരുമാനിച്ചില്ല. ഇപ്പോൾ പുതിയ സിസ്റ്റമൊക്കെ വരുന്നുണ്ട്, ബയോഫ്ലോക്ക്, RIS എന്നൊക്കെ പറഞ്ഞിട്ട്, ലാക്കോപോണിക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിമിതിക്കനുസരിച്ച് എങ്ങനെ ഈസി ആയിട്ട്, ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, ഞങ്ങൾ പ്രവാസികളാണ്, നമ്മൾ വീട്ടിൽ ഞങ്ങൾ ചെറിയ സെറ്റപ്പ് ചെയ്ത് കൊടുത്ത് വീട്ടുകാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടോ, കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം എനിക്കും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കർഷകരോടും ടെക്നീഷ്യൻസിനോടും ചോദിക്കണം. അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം നമ്മൾ
ഈ ഒരു പോണ്ടിൽ നല്ല രീതിയിൽ തന്നെ ഒരു സിസ്റ്റം ചെയ്യും. അതിന് ഏത് സിസ്റ്റമാണ് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള നമുക്ക് മത്സ്യം കണ്ടെത്താൻ പറ്റുന്ന രീതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം ഇവിടെ ചെയ്യാനാണ് പ്ലാനിങ്. അപ്പോൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തുടർന്ന് വീഡിയോസ് കാണുക, നമ്മുടെ യാത്രകളിലൊക്കെ കൂടെ നിൽക്കുക. ഓക്കെ, ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.